ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് 2 സവാളയും ഒരു മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്നൊരു കിടിലൻ സ്നാക്സ് ആയാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 സവാളയും ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയെ ചെറുതായിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതാ ഇവിടെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ കടലമാവും 1/4 കപ്പ് അളവിലും അരിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കുഴച്ച് ആ ഒരു ഉള്ളിയുടെ ഈർപ്പത്തിൽ തന്നെ നല്ലതുപോലെ കുഴച്ച് ഉരുളയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. ആ ഒരു ഉള്ളിയുടെ നനവ് കൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം മാവ് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ആ ഉരുട്ട് എടുക്കുന്ന പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസാക്കി എടുക്കണം, എങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ഇത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബോൾസ് വീതം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എണ്ണ എടുക്കുമ്പോൾ ഇതുപോലത്തെ കുഴിവുള്ള ചട്ടിയിൽ എണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പരന്ന പാത്രങ്ങളിൽ എണ്ണ എടുക്കുകയാണെങ്കിൽ കുറേ എണ്ണ വേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇതാ ഇവിടെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ അതാ ഇവിടെ 2 സൈഡും നല്ലതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും മുട്ടയും കൊണ്ടുള്ള വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെറും 2 സവാളയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ.